എന്നാൽ അന്ന് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാര്യമാണ് ദൈവത്തെ അറിയാമേ എന്ന് പറഞ്ഞാൽ സത്യ ദൈവത്തെ അറിയാമേ. അതാ അതൊക്കെ വിസ്തരിക്കേണ്ടതാ. ഇപ്പൊ ഈ വാട്സപ്പും നെറ്റും ഈ വീഡിയോ ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാം പറയാനൊന്നും നോക്കുകയല്ല. എന്തേലും പറഞ്ഞാൽ ഈ കുറെ നശൂലം പിടിച്ചവന്മാരുണ്ട്. യവന്മാർക്ക് വേറൊരു തൊഴിലും അവൻ അതിന്റെ ഇടയ്ക്കത്തെ ഇച്ചിരി എടുത്ത് ചടിക്കുക, നമ്മുടെ പള്ള അടിക്കുന്നത്. എന്നാലും ഇന്നലെ ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞോ പൂച്ചയുടെ കണ്ണിൽ കൂടെ എലിയുടെ കണ്ണിൽ കൂടെ തീ വടക്കാം, പൂച്ചയ്ക്ക് കളിയാ എലിയുടെ കണ്ണിൽ കൂടെ. അപ്പൊ പൂച്ച ഇങ്ങനെ തട്ടിക്കളിക്കുക. പറഞ്ഞെന്ന് പറഞ്ഞേച്ചാൽ എനക്കങ്ങ് പോയാൽ മതി, നമ്മുടെ പള്ളയാ. പിന്നെ എനിക്കിതൊന്നും വലിയ വിഷയമല്ല. ഒറ്റ പെന്തിക്കോസുകാരുമല്ല ഇത്രയും കൊണ്ടുവന്നത്, ദൈവം തമ്പുരാൻ കൊണ്ടുവന്നത്. പെന്തിക്കോസുകാർ മുഴുവൻ എനിക്ക് പാരയാ വെച്ചേക്കുന്നത് കൂടുതൽ. എന്നാൽ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചില പെന്തിക്കോസുകാരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് മകത്താണ്. ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് ഉയർത്തില്ല. പിന്നെ എനിക്ക് പെന്തിക്കോസിനോട് അല്പം കൂടുതൽ നന്ദിയൊക്കെ ഉണ്ട്. കാരണം ഈ കൃപയിൽ വന്നതാ എന്റെ ഭാഗ്യം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആ പുള്ളിയെ കയറ്റിവിട്ടെന്നൊന്നും ഓരോരുത്തരും പറയാൻ ഇടം ദൈവം കൊടുത്തിട്ടില്ല. ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. പിന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം അവസരങ്ങൾ ഓരോരുത്തരെ കൊണ്ട് ഒരുക്കി. അതുകൊണ്ട് ഇനി എന്നെ ആരും വിളിച്ചില്ലേലും എനിക്ക് യാതൊരു ക്ലേശവുമില്ല. സ്തോത്രം. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട സഭകളിലേക്ക് ഇപ്പോഴാ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞില്ല, നിത്യ കൂടെ എന്തിനെ കൂടെ കണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബ് കൂടെ. എനിക്കതൊന്നും ഇല്ല. വാട്സപ്പും ഇല്ല, യൂട്യൂബും ഇല്ല, ഒരു ട്യൂബും ഇല്ല. ഓക്കെ. അല്ല, അതില്ലാത്തത് നല്ലതാണ്. നമ്മളെ ആരെങ്കിലും വിളിക്കും, അവിടെ ചെല്ലും, തേപ്പിച്ച കാര്യം പറയും, നമ്മളങ്ങ് പോകും. സ്തോത്രം. സ്നേഹത്തിനല്ലാതെ വേറെ കടപ്പാടൊന്നുമില്ല. നമുക്കൊക്കെ അങ്ങ് സ്വർഗത്തിൽ ചെന്ന് കണ്ടാൽ മതി ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്നും ഇപ്പൊ പറഞ്ഞൊപ്പിക്കാനൊക്കത്തില്ല. പലതും കട്ട് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത വർഷം യോഗം നടത്തേണ്ടതാ, കർത്താവ് വന്നില്ലേ? അതുകൊണ്ടാണ്. അല്ല, എനിക്ക് പേടിയുണ്ടായിട്ടൊന്നും ഒന്നാമടുത്തും പറഞ്ഞു പുള്ളിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞു. അതില്ലല്ലോ. ഞാൻ എല്ലായിടത്തും പറയുള്ളൂ, യാതൊരു എനിക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയല്ലായിരുന്നല്ലോ. യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാതെ കൊണ്ടാണ് ദൈവം എന്നെ. പിന്നെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനെത്തിയോ ജ്ഞാനമില്ലാത്ത എന്നെ ദൈവം തെരഞ്ഞെടുത്തത്. ബലമുള്ളവനെ ലജ്ജിപ്പിക്കാനെത്തിയോ ബലഹീനനായി എന്നെ ദൈവം തെരഞ്ഞെടുത്തത്. അവ യാതൊരു ഗുണമുള്ളത്. ഇന്നാണ് ഞങ്ങളുടെ രക്ഷാൻ പറഞ്ഞ പുള്ളിക്ക് കള്ളുഷാപ്പിന്റെ പാരമ്പര്യമാണ് പറഞ്ഞു. അതും പരമാർത്ഥം വന്നേ. പുള്ളി പറഞ്ഞേ എന്റെ അപ്പം കള്ളുഷാപ്പിൽ 40-45 കൊല്ലം ജോലി ചെയ്തതാണ്. അങ്ങനെ ഒരു പാരമ്പര്യവും നഗരിന്നല്ല യേശു എന്നെ രക്ഷിച്ചു. സ്തോത്രം. കൃപയിൽ വരുവാൻ ദൈവം ഭാഗ്യം നൽകി. യേശു ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം സംഗതി വരുത്തി. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ യോഗ്യത നോക്കിയല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. ക്രൈസ്തവനോ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് മുഴുവൻ നിങ്ങൾ നോക്കിയാൽ യോഗ്യത ഇല്ലാത്തതല്ലയോ ദൈവം തെരഞ്ഞെടുപ്പില്ല. അല്ല, അതില്ലാത്തത് നല്ലതാണ്. നമ്മളെ ആരെങ്കിലും വിളിക്കും, അവിടെ ചെല്ലും, തേപ്പിച്ച കാര്യം പറയും, നമ്മളങ്ങ് പോകും. സ്തോത്രം. സ്നേഹത്തിനല്ലാതെ വേറെ കടപ്പാടൊന്നുമില്ല. നമുക്കൊക്കെ അങ്ങ് സ്വർഗത്തിൽ ചെന്ന് കണ്ടാൽ മതി ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്നും ഇപ്പൊ പറഞ്ഞൊപ്പിക്കാനൊക്കത്തില്ല. പലതും കട്ട് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത വർഷം യോഗം നടത്തേണ്ടതാ, കർത്താവ് വന്നില്ലേ? അതുകൊണ്ടാണ്. അല്ല, എനിക്ക് പേടിയുണ്ടായിട്ടൊന്നും ഒന്നാമടുത്തും പറഞ്ഞു പുള്ളിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞു. അതില്ലല്ലോ. എന്നാൽ അന്ന് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാര്യമാണ് ദൈവത്തെ അറിയാമേ എന്ന് പറഞ്ഞാൽ സത്യ ദൈവത്തെ അറിയാമേ. അതാ അതൊക്കെ വിസ്തരിക്കേണ്ടതാ. ഇപ്പൊ ഈ വാട്സപ്പും നെറ്റും ഈ വീഡിയോ ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാം പറയാനൊന്നും നോക്കുകയല്ല. എന്തേലും പറഞ്ഞാൽ ഈ കുറെ നശൂലം പിടിച്ചവന്മാരുണ്ട്. യവന്മാർക്ക് വേറൊരു തൊഴിലും അവൻ അതിന്റെ ഇടയ്ക്കത്തെ ഇച്ചിരി എടുത്ത് ചടിക്കുക, നമ്മുടെ പള്ള അടിക്കുന്നത്. എന്നാലും ഇന്നലെ ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞോ പൂച്ചയുടെ കണ്ണിൽ കൂടെ എലിയുടെ കണ്ണിൽ കൂടെ തീ വടക്കാം, പൂച്ചയ്ക്ക് കളിയാ. ഞാൻ എല്ലായിടത്തും പറയുള്ളൂ, യാതൊരു എനിക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയല്ലായിരുന്നല്ലോ. യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാതെ കൊണ്ടാണ് ദൈവം എന്നെ. പിന്നെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനെത്തിയോ ജ്ഞാനമില്ലാത്ത എന്നെ ദൈവം തെരഞ്ഞെടുത്തത്. ബലമുള്ളവനെ ലജ്ജിപ്പിക്കാനെത്തിയോ ബലഹീനനായി എന്നെ ദൈവം തെരഞ്ഞെടുത്തത്. അവ യാതൊരു ഗുണമുള്ളത്. ഇന്നാണ് ഞങ്ങളുടെ രക്ഷാൻ പറഞ്ഞ പുള്ളിക്ക് കള്ളുഷാപ്പിന്റെ പാരമ്പര്യമാണ് പറഞ്ഞു. അതും പരമാർത്ഥം വന്നേ. പുള്ളി പറഞ്ഞേ എന്റെ അപ്പം കള്ളുഷാപ്പിൽ 40-45 കൊല്ലം ജോലി ചെയ്തതാണ്. അങ്ങനെ ഒരു പാരമ്പര്യവും നഗരിന്നല്ല യേശു എന്നെ രക്ഷിച്ചു. സ്തോത്രം. എലിയുടെ കണ്ണിൽ കൂടെ. അപ്പൊ പൂച്ച ഇങ്ങനെ തട്ടിക്കളിക്കുക. പറഞ്ഞെന്ന് പറഞ്ഞേച്ചാൽ എനക്കങ്ങ് പോയാൽ മതി, നമ്മുടെ പള്ളയാ. പിന്നെ എനിക്കിതൊന്നും വലിയ വിഷയമല്ല. ഒറ്റ പെന്തിക്കോസുകാരുമല്ല ഇത്രയും കൊണ്ടുവന്നത്, ദൈവം തമ്പുരാൻ കൊണ്ടുവന്നത്. പെന്തിക്കോസുകാർ മുഴുവൻ എനിക്ക് പാരയാ വെച്ചേക്കുന്നത് കൂടുതൽ. എന്നാൽ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചില പെന്തിക്കോസുകാരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തിന് മകത്താണ്.
ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് ഉയർത്തില്ല. പിന്നെ എനിക്ക് പെന്തിക്കോസിനോട് അല്പം കൂടും നന്ദിയൊക്കെ ഉണ്ട്. കാരണം ഈ കൃപയിൽ വന്നതാ എന്റെ ഭാഗ്യം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആ പുള്ളിയെ കയറ്റിവിട്ടെന്നൊന്നും ഓരോരുത്തരും പറയാൻ ഇടം ദൈവം കൊടുത്തിട്ടില്ല. ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. പിന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം അവസരങ്ങൾ ഓരോരുത്തരെ കൊണ്ട് ഒരുക്കി. അതുകൊണ്ട് ഇനി എന്നെ ആരും വിളിച്ചില്ലേലും എനിക്ക് യാതൊരു ക്ലേശവുമില്ല. സ്തോത്രം. കേരളത്തില് ഒരുമാതിരിപ്പെട്ട സഭകളിലേക്ക് ഇപ്പോഴാ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞില്ല, നിത്യക്കൂടെ എനിക്കല്ല ഇല്ല, എന്തിനെ കൂടെ കണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബ് കൂടെ. എനിക്കതൊന്നും ഇല്ല. വാട്സപ്പും ഇല്ല, യൂട്യൂബും ഇല്ല, ഒരു ട്യൂബും